നമസ്കാരം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായി കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബിയെ പോലീസ് വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് റിമാൻഡിലായ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ജാമ്യം ലഭിച്ചതിനു ശേഷം നടത്തിയ കാട്ടിക്കൂട്ടലുകൾക്കും കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള വിമർശനവും ബോബി ചെമ്മണ്ണൂർ കേൾക്കേണ്ടി വന്നു. ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം പഴയ അശ്ലീല പരാമർശങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നുമില്ലാത്ത മാന്യനായ ബോബിയെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്രൂപ്പിന്റെ കോഴിക്കോട്ടെ ഏറ്റവും പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിൽ വൈറൽ താരം മൊണാലിസ എന്ന മോനി ഫോസ്ലെ എത്തിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ബോബി ശ്രദ്ധേയനായി മാറുന്നതിനും കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചു. 15 ലക്ഷം രൂപ നൽകിയാണ് മൊണാലിസയെ ബോബി ചെമ്മണ്ണൂർ കോഴിക്കോട് എത്തിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. എന്നാൽ ബോബിയെ ഈ നീക്കത്തിന്റെ ഗുണം എത്രയോ കോടികൾ മുടക്കിയാലും കിട്ടാത്തതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത്. അത്തരത്തിൽ ശ്രദ്ധേയമായി മാറിയ ചില കുറിപ്പുകളാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. ബിസിനസ് അറിയുന്നവനാണ് ബോബി ചെമ്മണ്ണൂർ. 15 ലക്ഷം രൂപ മുടക്കിയാണ് കുംഭമേളയിലെ വൈറൽ താരത്തെ കേരളത്തിൽ എത്തിച്ചത്. അതുകൊണ്ട് അയാൾക്ക് ലഭിക്കുന്നത് കേരളം മുഴുവനുള്ള കവറേജും ചിലപ്പോൾ കേരളത്തിന് പുറത്തുമൊക്കെയുള്ള പ്രശസ്തിയുമായിരിക്കും. നേരെ മറിച്ച് പ്രമുഖ പത്രങ്ങളിൽ 1-ാം പേജ് പരസ്യം കൊടുക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ചെലവാകും. പണ്ടത്തെ പോലെ പത്രമൊന്നും വായിക്കുന്ന അവസ്ഥ അല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനവും ഇല്ലതാനും. ഇനി TV-യിൽ കൊടുക്കാമെന്ന് വെച്ചാൽ TV കാണുന്ന ആളുകൾ കൂടുതലും പഴയ തലമുറക്കാരാണ്. അങ്ങനെ നോക്കിയാലും മുടക്കിയ 15 ലക്ഷത്തിന് കോടികളുടെ പരസ്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അത് അദ്ദേഹം ലാഭിച്ചു. ബുദ്ധിമാനാണ് ബോബി എന്നാണ് ബാംഗ്ലൂർ മലയാളി എന്ന പേജിൽ വന്ന കുറിപ്പ് പറയുന്നത്. മൊണാലിസയ്ക്ക് ബോബി 15 ലക്ഷം രൂപ പ്രതിഫലം നൽകി എന്നുള്ളത് വലിയ സന്തോഷമുള്ള വാർത്തയാണെന്നാണ് മറ്റൊരാൾ കുറിച്ചത്. ഇത് ബോച്ച് ചെയ്ത വലിയൊരു പുണ്യപ്രവർത്തി തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഏത് കുപ്പയിലാണെങ്കിലും ദൈവനിയോഗമുണ്ടെങ്കിൽ ഭാഗ്യം നമ്മെ ഇങ്ങോട്ട് തേടിയെത്തുമെന്ന ഒറ്റ ഉദാഹരണമാണ് മൊണാലിസ. ചിലപ്പോൾ അതിനായി നാം ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നേക്കാം, കഠിന പ്രയാണങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം, ഒരുപാട് വിഷമഘട്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഹണി റോസുമായുള്ള പ്രശ്നത്തെ തുടർന്ന് മലയാള നടിമാർക്ക് പകരം കുംഭമേളയിൽ കല്ലുമാല വിൽക്കാൻ വന്ന താരമായി മാറിയ മൊണാലിസ എന്ന നാടോടി പെൺകുട്ടിയെ കോഴിക്കോട് ഉദ്ഘാടനത്തിനായി കൊണ്ടുവന്ന ബോബിയുടെ നീക്കം സൂപ്പർ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതൊരു ഒന്നൊന്നര പണിയും കൂടിയാണെന്ന് മറ്റൊരാൾ പറയുന്നു. സാമ്പത്തികമായി ഒരു പ്രശ്നമില്ലാത്ത നമ്മുടെ നടിമാർ ഉദ്ഘാടനങ്ങൾ ഒരു ബിസിനസ്സാക്കി മാറ്റി പിന്നെയും വാരി കൂട്ടുന്നതിന് പകരം ഇവിടെ ദരിദ്രയായ ഒരു പെൺകുട്ടിയുടെ ജീവിതവും കൂടിയാണ് രക്ഷപ്പെടുന്നത്. എന്തായാലും മൊണാലിസയ്ക്ക് ആശംസകൾ നേരുന്നു. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്നും കുറിപ്പിൽ പറയുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.